നമ്മുടെ കയ്യിൽ 2 മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. 2 മുട്ട എടുക്കുക, അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ഒരു സവാള, തക്കാളി, പിന്നെ പച്ചമുളക്, മല്ലിച്ചപ്പും കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ മുട്ടയിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഇട്ടിട്ടില്ല, അത് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കും. ഇനി നമുക്ക് ഗരം മസാലപ്പൊടിയൊക്കെ ഇടണമെങ്കിൽ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എടുത്തിട്ട് കൈകൊണ്ട് തന്നെ ആ ഒരു ബ്രെഡിൻ്റെ മേലേക്ക് ഈ ഒരു കൂട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം റെഡി ആവുന്ന സമയത്ത് മറ്റേ ഭാഗം കൂടെ നമുക്ക് കൂട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ 2 ഭാഗവും റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്നതാണ്. പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രെഡ് സാൻഡ്വിച്ചാണ് കേട്ടോ ഇത്. അടിപൊളി ടേസ്റ്റാണ്, സോസൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ വേറൊരു ലെവൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തന്നെ വെച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച് ഇതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ വൈകുന്നേരത്തെ കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പറാണ് കേട്ടോ.